Hi everyone, welcome back to another vlog. It's me Adira here. എല്ലാവരും സേഫ് ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ക്രിസ്മസ് ഈവ്. നാളെ ക്രിസ്മസ് ആണ്. അതിന് മുമ്പായിട്ട് ഞാൻ വിചാരിച്ചു, നിങ്ങൾ ഓൾറെഡി കമ്പനിയിൽ കണ്ട പോലെ ക്രിസ്മസ് ഹോളി ഡെക്കറേഷൻ നമുക്ക് സിമ്പിൾ ആയിട്ട് കേട്ടോ, വളരെ സിമ്പിൾ DIY ആണ് കാണിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ്. സോ ഇതിൽ പ്രൊഫഷണൽ ക്രാഫ്റ്റ് ഐഡിയാസ് ഒന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഒരു ഡോർ ഡെക്കറേഷനും ഇൻഡോറിലൊക്കെ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. കുറച്ച് പൈൻ കോൺസിൻ്റെ ക്രാഫ്റ്റ്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വീഡിയോ. അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയാണ്ട് ക്രിസ്മസ് ഹോളിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. അത് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ജീസസിൻ്റെ മുൾക്കിരീടത്തെയാണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ക്രിംസൺ റെഡ് ബെറീസ് നമ്മുടെ ജീസസിൻ്റെ ബ്ലഡിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതാ നമുക്കിവിടെ ക്രിസ്മസ് ഹോളി ഉണ്ട്, അതുപോലെ എവർഗ്രീൻ പ്ലാന്റ് ഉണ്ട്, കുറേ പൈൻ കോൺസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഈ ആക്ച്വലി ക്രിസ്മസ് ഹോളി കാണുന്നതിന് മുന്നേ വിചാരിച്ച് ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു ഇലകളൊക്കെ ആണെന്നാണ്. പക്ഷെ ഒരിക്കലല്ല, അതിൻ്റെ എഡ്ജസിൽ മൊത്തം തോൺസ് ഉണ്ട്, മുള്ളുകളുണ്ട്. അത് കാരണം അത്ര എളുപ്പമല്ല ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, കാരണം കയ്യുമ്പോൾ കുറേ കുത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു സംഭവം നമ്മൾ കെട്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ബൊക്കെ, ഇൻവേർട്ടഡ് ബൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ നെറ്റിപ്പട്ടിരുന്ന സ്ഥലത്താണ്. അപ്പോൾ ഹാളിലൊരു എന്താ പറയുക, ക്രിസ്മസ് വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം. അടുത്തത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകും നമ്മുടെ ഫ്രണ്ട് ഡോറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്രണ്ട് ഡോറിന് ഇങ്ങനെ ഒരു ഗാർലൻഡ് പോലെ ഇരിക്കണമെന്ന്. അപ്പോൾ അത് കാരണമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നീളമുള്ള ബ്രാഞ്ചസ് ആണെന്ന് നമുക്ക് എളുപ്പത്തിനെ വെക്കാം, അല്ലെങ്കിൽ ഒരു 6 എണ്ണമൊക്കെ എടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ എന്തോ ഒരു മിസ്സിങ് ഉണ്ടല്ലോ, ആ ഒരു മിസ്സിങ് എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എവർഗ്രീൻ ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിന് ബെൻഡ് ചെയ്യാം, കട്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഡെക്കറേഷൻസ്. അപ്പോൾ എന്തായാലും ഇതൊരു തുടക്കമായിട്ട് ഇനി നെക്സ്റ്റ് ഇയർ കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സെൻറ്റർ പീസ്. കുഞ്ഞൊരു ബോ ഒക്കെ വെച്ച് നമുക്ക് നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. നമ്മൾ ഇത് ഒട്ടിച്ചവിടെ വെക്കാന്നുള്ളതാണ്. അധികം ഡോറുമ്മയോ അല്ലെങ്കിൽ വാളുമ്മയോ ഒന്നും നമുക്ക് മെസ്സി ആക്കാതെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കാവുന്നതാണ്. എനിക്ക് ഈ ഫ്രണ്ട് ഡോർ ഡെക്കറേഷൻ ചെയ്യണം എന്ന ആഗ്രഹം വന്നത് ഈ സോങ് കേട്ടപ്പോഴായിരുന്നു കേട്ടോ. ഹോളിയെക്കാട്ടും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള സംഭവമാണ് ഈ എവർഗ്രീനും പൈൻ കോൺസും ഒക്കെ. അപ്പോൾ അത് നമുക്ക് കുറേ പോസിബിലിറ്റീസ് ഉണ്ട് അതെങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണമെങ്കിലും. പക്ഷേ ഞാൻ ജസ്റ്റ് ചുമ്മാ കുഞ്ഞ് ഗ്ലാസ് ജാർസിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ. ഡബിൾ ടേപ്പ് യൂസ് ചെയ്യുന്നത് പിന്നീട് നമുക്ക് വേഗം കളയാമല്ലോ. അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വാസ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സൂപ്പർ ഗ്ലൂ ഒന്നും ഇവിടെ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഡബിൾ ടേപ്പ് വെച്ചിട്ടുള്ള തട്ടിക്കൂട്ട് പരിപാടികളാണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ തന്നെ നിങ്ങൾക്ക് വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നത്. പ്രൊഫഷണൽ വേസ് അല്ല ഇത്, നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഡു ഇറ്റ് യുവർ സെൽഫ്, ജസ്റ്റ് സിമ്പിൾ DIYs ആണ്. അപ്പോൾ ബോ ഒക്കെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാതും. പക്ഷേ ഇറ്റ് ബ്രിങ്സ് ഔട്ട് ലോട്ട് ഓഫ് എന്താ പറയുക എക്സ്ട്രാ ക്രിസ്മസ് വൈബ്സ്. അപ്പോൾ അതിന് പരമാവധി നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ കിട്ടും. അതുപോലെ ഈ പൈൻ കോൺസ് ഇങ്ങനെ ഒരു ട്രെയിൽ വെച്ചാൽ മതി. ക്യാൻഡിൽസ് ഒക്കെ ആക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു മൂഡ് ലിഫ്റ്ററാണ് ഇതെല്ലാം, അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ഹോളി ഡെക്കറേഷൻ? ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആക്ച്വലി ഇത് ഇവിടെയൊക്കെ സെറ്റപ്പ് ചെയ്യാൻ ഞാനും വിശാലും കൂടിയാണ് ചെയ്യുന്നത്. രണ്ടുപേരുടെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ചെയ്യാവുന്നതാണ്. നമുക്ക് സ്റ്റൂളോ അല്ലെങ്കിൽ ചെയറൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു മുള്ളുണ്ട് ആ ഇലയമേ തന്നെ, ഇലയുടെ എഡ്ജസിന്. അത് നമ്മുടെ കയ്യിൽ നിന്ന് നല്ലപോലെ കൊള്ളും. ഞങ്ങളുടെ 2 പേരുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് 2 പേരെ ഹെൽപ്പ് വേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. സോളയുണ്ട്, അതുപോലെ തന്നെ
എവർഗ്രീൻ നമ്മുടെ പൈനിന്റെ ലീവ്സ് ഉണ്ട്, കുഞ്ഞു പൈൻകോണുണ്ട്, ഒരു കുഞ്ഞു റിബണൊക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പൊ ക്രിസ്മസിന്റെ അത് നമുക്ക് വന്ന് നോക്കുമ്പോൾ അടിപൊളിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. 2 ദിവസം കഴിയുമ്പോൾ പോവും ഒറിജിനൽ ആയതുകൊണ്ട്. എന്നാൽ പോലും ഇപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ആ ഒരു ക്രിസ്മസ് വൈബാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇപ്പൊ ഈ DIY ചെയ്യാൻ ഈ ഒരു ക്രിസ്മസ് ഹോൾ കിട്ടുന്ന സ്ഥലത്ത് ഉള്ള ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി, ഗോ ഫോർ ഇറ്റ്. ഈ ക്രിസ്മസിന് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ക്രിസ്മസിന്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ മെറി ക്രിസ്മസ് ടു ഈച്ച് വൺ ഓഫ് യു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ.